2018 നടന്ന പ്രളയത്തിന്റെ അതേ ആശങ്കയിലാണ് ഇന്ന് നാട് മുഴുവൻ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ മാസം തുടർച്ചയായി മഴ ശക്തമായി പെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ ഏകദേശം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് AC കനാലിനടുത്താണ്. AC റോഡിന്റെ ഏകദേശം ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് പായിപ്പാട് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡും 17-ാം വാർഡിൻ്റെ മധ്യഭാഗത്താണ് നിൽക്കുന്നത്. ഇത് നേരെ പോകുന്ന പൂവോ എന്ന് പറയുന്ന ഗ്രാമമാണ്. അത് 17-ാം വാർഡിൻ്റെ ഭാഗമായിട്ട് അവിടെ ക്യാമ്പ് ഒരു 10-20 കുടുംബങ്ങൾ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-15 കുടുംബങ്ങൾ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൻ്റെ സ്കൂളുണ്ട്, അവിടെയും ക്യാമ്പിൽ ഉണ്ട്. 10-20 കുടുംബങ്ങളായിട്ട് ഉണ്ട്. ഇതിപ്പോൾ ഈ കളി രണ്ട് ഭാഗമായിട്ട് കിടക്കുന്ന 20-40 കുടുംബങ്ങളും അക്കരെ ഒരു 80 കുടുംബങ്ങളുണ്ട്. കാവാലിക്കരി ഈ AC കോട് പുറമ്പോക്കും പൂവത്തിനകത്ത് 100-600 വീടുകളുണ്ട്. അതിനകത്ത് ഒരു ഭാഗങ്ങൾ മാത്രമേ ശകലം വെള്ളം കയറാൻ സ്ഥലമുള്ളൂ. ബാക്കി എല്ലാ പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക. ഞാൻ കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ ഇപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ഒരെണ്ണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കുറിച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു LP സ്കൂളായിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ എന്നുള്ള സ്കൂളിലാണ് ക്യാമ്പ് ഉള്ളത്. ഇപ്പം നിലവിലിവിടെ ഏതാണ്ട് 81 കുടുംബങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് പ്രദേശം എന്ന് പറയുന്ന അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമാണ്. അവിടെ ഇപ്പം കിഴക്കൻ വെള്ളം പടിഞ്ഞാറോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളപ്പൊക്കം ഇപ്പം രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് പോരുന്നുണ്ട്.